ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. പിണറായി നടന്നിറങ്ങി നമ്മളുടെ മുന്നിലേക്ക് വരാമെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. ഇത് ഏറ്റവും കൂടി 1.5 കോടിയുടെ ബസ്സും എടുത്ത് ഇനി നമുക്ക് ലോകം മുഴുവൻ കടവും വാങ്ങിച്ചുകൊണ്ട് ആ ബസ്സിനകത്ത് കുറെ വിഡ്ഢി കുശ്മാണ്ഡങ്ങളെയും കെട്ടി. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. വിഡ്ഢി നാടകമാണ് ഇന്ന് ആ ബസ്സിൽ കൂടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. നവകേരള സദസ് കൊണ്ട് സാധാരണക്കാർക്കൊന്നും നേട്ടമില്ല. ഒരു ഗുണമില്ലാത്ത ഈ വണ്ടി പോകുന്ന പാതയിൽ അത്രയും ട്രാഫിക് ബ്ലോക്കുകൾ, പല കാര്യത്തിന് പോകുന്ന അമ്മമാർക്ക് ബുദ്ധിമുട്ടുകൾ. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്നുവെച്ചാൽ അദ്ദേഹം ശരിക്കും ഒരു മുഖ്യമന്ത്രി ആകാനുള്ള ഒരാളുമല്ല, അതിന് അവകാശവുമില്ല. എനിക്കതാ മനസ്സിലാകാത്തത്. ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാർ ഞങ്ങളോട് ചിറ്റമനയമാണ് കാണിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, എന്റെ കുടുംബത്തിനല്ല. രക്ഷപ്പെടല്ലേ ഭഗവാനെ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഉടനെ തന്നെ അത് സംഭവിക്കും കേട്ടോ. എനിക്കൊരു പേടിയില്ല, എനിക്ക് ഒരു പേടിയില്ല പിണറായി, എനിക്ക് പേടിയേ ഇല്ല. ഞാൻ പറയും ഞാനാണെന്ന്, എനിക്കൊരു തണ്ടിനും പേടിയില്ല. എന്റെ കൺമുന്നിൽ നേരിട്ടിറങ്ങി വന്നാൽ ചിലപ്പോ ഞാൻ വെടിവെച്ചു കൊല്ലും. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ. ഞാനോ? നീ അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ